ഈ അവസാന വീഡിയോ സെഷനിൽ രണ്ട് ടെർമിനൽ SMD കോമ്പോണന്റുകളായ റെസിസ്റ്റർ, കപ്പാസിറ്റർ എന്നിവ എങ്ങനെ തിരിച്ചറിയാമെന്നും അവയുടെ വാല്യൂ എങ്ങനെ കണ്ടെത്താമെന്നും നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ തുടർച്ചയായി ഈ വീഡിയോയിൽ ഡയോഡുകൾ, റെസിസ്റ്ററുകൾ, മോസ്ഫെറ്റുകൾ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളിലെ വിവിധ പാക്കേജുകൾ എന്നിങ്ങനെയുള്ള 2, 3, 4 ടെർമിനൽ ഡിവൈസുകളെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. SMD ഡയോഡുകൾ തിരിച്ചറിയുക. SMD ഡയോഡുകൾ സാധാരണയായി 2 ടെർമിനലുകളുള്ള ചതുരാകൃതിയിലുള്ള ചെറിയ കോമ്പോണന്റ് ആണ്. ഡയോഡിലെ അടയാളങ്ങളോ കോഡുകളോ നോക്കുക. അത് അതിൻ്റെ തരമോ സവിശേഷതകളോ സൂചിപ്പിക്കാം. ഡയോഡുകൾ പ്രധാനമായും 2 ഫോമിൽ ലഭ്യമാണ്: സിംഗിൾ ഡയോഡ് ഫോമും ഡ്യുവൽ ഡയോഡ് ഫോമും. സിംഗിൾ ഡയോഡ് ഫോമുകളെ ഇപ്രകാരം തരംതിരിച്ചിരിക്കുന്നു: സിമ്പിൾ ഡയോഡ്, ഡ്യുവൽ ആനോഡ്, ഡ്യുവൽ കാത്തോഡ്. ഡ്യുവൽ ഡയോഡ് ഫോമുകളെ ഇപ്രകാരം തരംതിരിച്ചിരിക്കുന്നു: കോമൺ ആനോഡ്, കോമൺ കാത്തോഡ്, സീരീസ് ഡയോഡ്, ഡ്യുവൽ പെയർ. ആനോഡും കാത്തോഡും പോലെ SMD ഡയോഡുകളിലെ ടെർമിനലുകൾ എങ്ങനെ തിരിച്ചറിയാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. മാനുഫാക്ചർ നൽകുന്ന ഡാറ്റ ഷീറ്റ് റെഫർ ചെയ്യുക എന്നതാണ് ഏറ്റവും റിയലബിൾ രീതി. ചില SMD ഡയോഡുകൾക്ക് അവയുടെ ബോഡിയിൽ കാഥോഡ് സൈഡ് സൂചിപ്പിക്കുന്ന അടയാളങ്ങളുണ്ട്. സാധാരണ അടയാളപ്പെടുത്തലുകളിൽ ഒരു കറുത്ത ബാൻഡ്, ഒരു ആരോ ചിഹ്നം അല്ലെങ്കിൽ ഒരു ലൈൻ എന്നിവ ഉൾപ്പെടുന്നു. കാത്തോഡ് സാധാരണയായി ഈ സൂചകങ്ങളിലൊന്നുകൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. മറ്റു ചില SMD ഡയോഡ് പാക്കേജുകൾ SOT അല്ലെങ്കിൽ സ്മോൾ ഔട്ട്ലൈൻ ട്രാൻസിസ്റ്റർ 23. SOT23 എന്നത് 3 ടെർമിനൽ ഡയോഡാണ്. ലോ പവർ സിഗ്നൽ ഡയോഡുകൾ, ചെറിയ സിഗ്നൽ റെക്ടിഫയറുകൾ, വോൾട്ടേജ് ക്ലാമ്പിംഗ് ഡയോഡുകൾ എന്നിവയ്ക്കായി സാധാരണയായി ഉപയോഗിക്കുന്നു. കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷനുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഇത് ഉപയോഗിക്കുന്നു. SOT89. SOT89 പാക്കേജിന് സാധാരണയായി 3 ലീഡുകളുണ്ട്. കാത്തോഡിന് 1 ലീഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ, ആനോഡിന് 1 ലീഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനൽ, കോമൺ അല്ലെങ്കിൽ ഗ്രൗണ്ട് കണക്ഷനുള്ള 1 ലീഡ്. ഈ പാക്കേജ് ഒരു PCBയുടെ ഉപരിതലത്തിൽ മൗണ്ട് ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സ്കോട്ട്കി ഡയോഡുകൾ, സീനർ ഡയോഡുകൾ, റെക്ടിഫയർ ഡയോഡുകൾ, സ്വിച്ചിംഗ് ഡയോഡുകൾ എന്നിങ്ങനെ വിവിധ തരങ്ങൾ ഇതിൽ ഉൾപ്പെടാം. SOT143. SOT143 പാക്കേജുകളിലെ SMD കോമ്പോണന്റുകളിൽ സ്മോൾ സിഗ്നൽ ട്രാൻസിസ്റ്ററുകൾ, ഡയോഡുകൾ, വോൾട്ടേജ് റെഗുലേറ്ററുകൾ എന്നിവയും മറ്റും ഉൾപ്പെടാം. ആംപ്ലിഫയറുകൾ, ഓസ്കലേറ്ററുകൾ, വോൾട്ടേജ് റെഗുലേറ്ററുകൾ എന്നിവയും മറ്റും ഉൾപ്പെടെ വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും സർക്യൂട്ടുകളിലും ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. BAV99 ഡയോഡിൽ ഒരേ പാക്കേജിനുള്ളിൽ സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന 2 ഡയോഡുകൾ അടങ്ങിയിരിക്കുന്നു. കോമ്പാക്ട് ഇലക്ട്രിക് ഡിസൈനുകളിൽ കൂടുതൽ കാര്യക്ഷമമായി സ്പേസ് ഉപയോഗിക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. BAV99 ഡയോഡ് സാധാരണയായി ഒരു SOT23 പാക്കേജിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ 3 ടെർമിനലുകൾ ഒരു പ്രത്യേക കോൺഫിഗറേഷനിൽ ക്രമീകരിച്ചിരിക്കുന്നു. SOT23 പാക്കേജിലെ SMD LEDകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഡുവൽ ഇൻലൈൻ പാക്കേജുകൾക്ക് ശേഷമുള്ള പ്രധാന ഡെവലപ്മെന്റാണ് സർഫേസ് മൗണ്ടഡ് ഡിവൈസ് LED ചിപ്പുകൾ. ട്രഡീഷണൽ LEDകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ SMD ഉൽപ്പാദിപ്പിക്കുന്ന ലൈറ്റ് ഔട്ട്പുട്ട് വളരെ കൂടുതലാണ്. കൂടാതെ കുറച്ച് വൈദ്യുതി മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നു. DIP LEDകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയ്ക്ക് ചെറുതും പരന്നതുമായ ഡിസൈൻ, ലോങ്ങർ സർവീസ് ലൈഫ്, 75% വരെ ഊർജ ഉപയോഗം, കുറഞ്ഞ മെയിൻ്റനൻസ് ചെലവ് എന്നിവയുണ്ട്. ചുവപ്പ്, പച്ച, നീല, മഞ്ഞ, വെള്ള എന്നിങ്ങനെ വിവിധ നിറങ്ങളിൽ ലഭ്യമായ ബേസിക് LEDകളാണ് ഇവ. 3528, 3014, 5050, 5630, 3030, 2835,
3535 പോലുള്ള വ്യത്യസ്ത പാക്കേജ് സൈസ് ലഭ്യമാണ്. SMD LED-കൾ വിവിധ പാക്കേജ് വലിപ്പങ്ങളിലും കോൺഫിഗറേഷനുകളിലും വരുന്നു. ഓരോന്നിനും അതിൻ്റേതായ സവിശേഷതകളും ആപ്ലിക്കേഷനുകളും ഉണ്ട്. SOT23 പാക്കേജുകളിലെ SMD LED-കൾ വെള്ള, ചുവപ്പ്, പച്ച, മഞ്ഞ, നീല എന്നിങ്ങനെ വിവിധ നിറങ്ങളിൽ ലഭ്യമാണ്. SOT23 പാക്കേജിന് സാധാരണയായി 3 ലീഡുകൾ ഉണ്ട്. ഒരു ആനോഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനൽ, ഒരു കാത്തോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ, ഒരു ഹീറ്റ് സിങ്കിലേക്ക് കണക്ട് ചെയ്യുകയോ ഗ്രൗണ്ട് കണക്ഷൻ നൽകുകയോ പോലുള്ള മറ്റ് ആവശ്യങ്ങൾക്കായി ഒരു അഡീഷണൽ ലീഡ്. പ്ലാസ്റ്റിക് ലീഡഡ് ചിപ്പ് കാരിയർ LED-കൾ. PLCC LED-കൾ സാധാരണ SMD LED-കളേക്കാൾ വലുതാണ്. സാധാരണയായി 4 അതിലധികമോ ലീഡുകളുള്ള പാക്കേജുകളിലാണ് ഇവ വരുന്നത്. കൂടിയ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ RGB, ചുവപ്പ്, പച്ച, നീല കളർ മിക്സിംഗ് പോലുള്ള പ്രത്യേക സവിശേഷതകൾ ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളിൽ അവ സാധാരണയായി ഉപയോഗിക്കുന്നു. SMD LED-കളുടെ ബോഡിയിൽ പൊളാരിറ്റിയെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളുണ്ട്. ടെർമിനലുകളിൽ ഒന്നിന് സമീപം ഒരു ലൈൻ അല്ലെങ്കിൽ ഡോട്ട് പോലുള്ള ഒരു ചെറിയ സൂചകത്തിനായി നോക്കുക. ഈ ടെർമിനൽ സാധാരണയായി കാത്തോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. മറ്റേ ടെർമിനൽ ആനോഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. നമുക്ക് SMD ട്രാൻസിസ്റ്ററുകൾ ചർച്ച ചെയ്യാം. ഇലക്ട്രോണിക് സിഗ്നലുകൾ ആംപ്ലിഫൈ ചെയ്യുന്നതിനോ സ്വിച്ച് ചെയ്യുന്നതിനോ ഉപയോഗിക്കുന്ന 3 ടെർമിനലുകളുള്ള ഇലക്ട്രോണിക് കോമ്പോണന്റുകളാണ് 3 ടെർമിനൽ SMD ട്രാൻസിസ്റ്ററുകൾ. സർഫേസ് മൗണ്ട് ഡിവൈസ് ട്രാൻസിസ്റ്ററുകൾ വിവിധ പാക്കേജ് തരങ്ങളിൽ വരുന്നു. ഓരോന്നും നിർദ്ദിഷ്ട ആപ്ലിക്കേഷനുകൾക്കും മാനുഫാക്ചറിംഗ് റിക്വയർമെന്റിനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. SOT23 ഇത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള SMD ട്രാൻസിസ്റ്റർ പാക്കേജുകളിൽ ഒന്നാണ്. ഇത് ചെറുതും സാധാരണയായി 3 ലീഡുകൾ ഉള്ളതുമാണ്. ലീഡുകൾ സാധാരണയായി ബെൻഡ് ചെയ്ത് ഒരു ത്രികോണാകൃതി രൂപപ്പെടുത്തുന്നു. കളക്ടർക്ക് ഒരു ലീഡ്, ബേസിന് 1, എമിറ്ററിന് 1. ജനറൽ പർപ്പസ് ട്രാൻസിസ്റ്ററുകൾക്കായി SOT23 പാക്കേജുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. SOT89 ഈ പാക്കേജ് SOT23-നേക്കാൾ അല്പം വലുതാണ്. കൂടാതെ ഉയർന്ന പവർ റേറ്റിംഗുകളുള്ള ട്രാൻസിസ്റ്ററുകളെ ഉൾക്കൊള്ളാൻ കഴിയും. ഇതിന് 3 ലീഡുകൾ ഉണ്ട്. ഇത് സാധാരണയായി വോൾട്ടേജ് റെഗുലേറ്ററുകൾക്കും പവർ റെസിസ്റ്ററുകൾക്കും ഉപയോഗിക്കുന്നു. SOT223 മീഡിയം പവർ ട്രാൻസിസ്റ്ററുകൾക്കും വോൾട്ടേജ് റെഗുലേറ്ററുകൾക്കുമായി SOT223 പാക്കേജ് ഉപയോഗിക്കുന്നു. SOT89-നെ അപേക്ഷിച്ച് ഇവയ്ക്ക് അഡീഷണൽ ആയി തെർമൽ ഇലക്ട്രിക്കൽ കണക്ഷനുകൾ നൽകുന്ന 4 ലീഡുകൾ ഉണ്ട്. SMD ട്രാൻസിസ്റ്റർ PNP ആണോ NPN ആണോ എന്നും ടെർമിനലുകളായ എമിറ്റർ, കളക്ടർ, ബേസ് എന്നിവയും തിരിച്ചറിയാൻ SMD ട്രാൻസിസ്റ്ററിന്റെ തരം നിർണ്ണയിക്കുന്നതിനുള്ള ഏറ്റവും വിശ്വസനീയമായ മാർഗം അതിൻ്റെ ഡാറ്റാ ഷീറ്റാണ്. ഡാറ്റാ ഷീറ്റ് സാധാരണയായി പാർട്ടിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്നു. അതിൽ പിൻ ഔട്ട്, ഇലക്ട്രിക്കൽ സവിശേഷതകൾ, ചിലപ്പോൾ പാർട്ടിന്റെ ഓറിയന്റേഷൻ എന്നിവ ഉൾപ്പെടുന്നു. SMD ഫെറ്റുകൾ, മോസ്ഫെറ്റുകൾ എന്നിവയിലെ ഡ്രെയിൻ, സോഴ്സ്, ഗേറ്റ് ടെർമിനലുകൾ എന്നിവ നിർമ്മാതാവ് നൽകുന്ന ഡാറ്റാ ഷീറ്റ് വഴി തിരിച്ചറിയാൻ കഴിയും. നമുക്ക് SMD ഫെറ്റ്, മോസ്ഫെറ്റ് ഉപകരണങ്ങളെപ്പറ്റി നോക്കാം. SOT23 ഫെറ്റുകളും മോസ്ഫെറ്റുകളും ഉൾപ്പെടെ ചെറിയ സിഗ്നൽ ട്രാൻസിസ്റ്ററുകൾക്കായി ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണവും വേഴ്സറ്റൈലും ആയ SMD പാക്കേജുകളിൽ ഒന്നാണിത്. ഇതിന് സാധാരണയായി 3 ലീഡുകൾ ഉണ്ട്. ഇത് ലോ പവർ ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമാണ്. SOT223 പാക്കേജിൽ SMD ഫെറ്റുകളും മോസ്ഫെറ്റുകളും ലഭ്യമാണ്. കൂടാതെ SOT23-നെ അപേക്ഷിച്ച് 4 ലീഡുകൾ ഉള്ളതും മികച്ച തെർമൽ ഡിസിപ്പേഷനും നൽകുന്നതുമാണ്. ഈ പാക്കേജ് മീഡിയം പവർ ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമാണ്. SMD ഫെറ്റുകൾ, മോസ്ഫെറ്റുകൾ എന്നിവയിലെ ഡ്രെയിൻ, സോഴ്സ്, ഗേറ്റ് ടെർമിനലുകൾ എന്നിവ നിർമ്മാതാവ് നൽകുന്ന ഡാറ്റാ ഷീറ്റ് വഴി തിരിച്ചറിയാൻ കഴിയും. SMD ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളിലെ വിവിധ തരം പാക്കേജുകൾ നമുക്ക് നോക്കാം. SO സ്മോൾ ഔട്ട്ലൈൻ 8 പിൻ മുതൽ
16 പിന്നുകൾ വരെ. SOJ അല്ലെങ്കിൽ SOL ലീഡ് ലാർജ് ഔട്ട്ലൈൻ 16 പിൻ മുതൽ 40 പിന്നുകൾ വരെ. VSOP വെരി സ്മോൾ ഔട്ട്ലൈൻ പാക്കേജ് 32 പിൻ മുതൽ 56 പിന്നുകൾ വരെ. SSOP ഷ്രിങ്ക് സ്മോൾ ഔട്ട്ലൈൻ പാക്കേജ് 8 പിന്നുകൾ മുതൽ 30 പിന്നുകൾ വരെ. QSOP ക്വാർട്ടർ സ്മോൾ ഔട്ട്ലൈൻ പാക്കേജ് 20 പിൻ മുതൽ 56 പിന്നുകൾ വരെ. QFP ക്വാഡ് ഫ്ലാറ്റ് പാക്ക് 32 പിൻ മുതൽ 304 പിന്നുകൾ വരെ. PQFP പ്ലാസ്റ്റിക് ക്വാഡ് ഫ്ലാറ്റ് പാക്ക് 100ലധികം പിന്നുകൾ. CQFP സെറാമിക് മൾട്ടി ലെയർ QFP 32 പിൻ മുതൽ 304 പിന്നുകൾ വരെ. PQFP ബമ്പർ ക്വാഡ് ഫ്ലാറ്റ് പാക്ക് 84 പിൻ മുതൽ 196 പിന്നുകൾ വരെ. LQFP ലോ ക്വാഡ് ഫ്ലാറ്റ് പാക്ക് 208 പിന്നുകൾ വരെ. TSOP തിൻ സ്മോൾ ഔട്ട്ലൈൻ പാക്കേജ് 8 പിൻ മുതൽ 64 പിന്നുകൾ വരെ. BGA ബോൾ ഗ്രിഡ് അറേ സർക്യൂട്ടുകളിലെ വ്യത്യസ്ത പാക്കേജുകൾ മുതലായവ 2, 3, 4 എന്നീ ടെർമിനൽ ഡിവൈസുകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതോടെ ഈ എക്സസൈസ് അവസാനിപ്പിക്കുന്നു. കണ്ടതിന് നന്ദി.